പുടിൻ മാത്രമല്ല, പുടിനൊപ്പം ബ്രസീൽ പ്രസിഡന്റ് കൂടി വരികയാണ്. അപ്പോൾ ചൈന, ബ്രസീൽ, റഷ്യ ഒക്കെ ഇന്ത്യക്കൊപ്പം ശക്തമായി ദൃഢമായി നിൽക്കുന്നു. ഇവിടെ തോറ്റു തുന്നം പാടുന്നത് അമേരിക്കയാണ്. ചെയ്ത തെറ്റ് തിരുത്താൻ ട്രംപ് തയ്യാറാകുമോ? ട്രംപിന് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. ഇതിപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ് ബ്രസീൽ. ആ ബ്രിക്സിൻ്റെ തന്നെ ഫുൾ ഫോം എടുത്താൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കരുതും ഈ 4 രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ബ്രിക്സ് കൂട്ടായ്മ പിന്നീട് വിപുലപ്പെട്ടു. ആ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, UAE ഉണ്ട്. ഏതാണ്ട് 10 രാജ്യങ്ങൾ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് ആ അംഗസംഖ്യ ഇനിയും കൂടാനാണ് സാധ്യത. കാര്യം ഈ 4 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ആ കൂട്ടായ്മ പിന്നീടാണ് ഓരോന്നായിട്ട് കൂടിച്ചേർന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ ഡോളറിനെതിരായ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ്. വികസ്വര രാഷ്ട്രങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന സാമ്പത്തിക സഹകരണ സഖ്യമാണ്. നാറ്റോയെ പോലെ ഒരു സൈനിക സഹകരണമല്ല, പരസ്പരം ഏറ്റുമുട്ടാനുള്ളതല്ല, തന്ത്രപരമായ ഒരു കൂട്ടായ്മയാണ് ഈ ബ്രിക്സ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിലവിലുള്ളത് ബ്രസീലാണ്. ബ്രസീലിൽ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ബ്രിക്സ് സമ്മേളനമൊക്കെ നടന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ്, അയാളുടെ പേര് ലൂയിസ് ഇനാസിയോ ലൂല ഡ ഡിസിൽവ എന്നുള്ളതാണ്. ചുരുക്കി ലുല എന്ന് വിളിക്കാം. ഈ ലുല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു. ദീർഘനേരം സംഭാഷണം നടത്തി. അപ്പോൾ ഇവർ സ്വാഭാവികമായും 2 നേതാക്കന്മാർ നിലവിലെ പ്രതിസന്ധി ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്ത്യ ഇതുവരെ ആ കാര്യം ഔദ്യോഗികമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പ്രതിഷേധമോ ഇന്ത്യ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതോ എന്നുള്ള കാര്യം ബ്രസീൽ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചത് എന്നുള്ളത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് തന്ത്രപരമായൊരു സമീപനമാണ്. നമ്മളിപ്പോഴും അമേരിക്കയെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു വേറൊരു സംഗതിയുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തൽക്കാലം ചർച്ച നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. ഡൽഹിയിലായിരുന്നു ചർച്ച നടക്കേണ്ടത്. ആ ചർച്ച ഉടനെ എങ്ങും ഉണ്ടാകില്ല എന്നുള്ള വാർത്തകൾ വരുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ അമേരിക്കയെ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുകയാണ്. വരുന്ന 28-ാം തീയതി വരെ ഇന്ത്യക്ക് സമയമുണ്ട്. അതിനുള്ളിലാണ് ഈ 50% നികുതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ അതുവരെ ഇന്ത്യയുടെ കർശനമായ നിലപാടുകൾ 28-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണം. അപ്പോൾ ഈ ബ്രസീൽ പ്രസിഡൻറ്റുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബ്രസീലിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ചർച്ച ചെയ്തു എന്നാണ് ബ്രസീലിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മന്ത്രാലയം പുറത്തുവിടുന്നത്. അതുപ്രകാരം ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് 2026 ആദ്യം ജനുവരിയോടുകൂടി അല്ലെങ്കിൽ ഫെബ്രുവരിയോ ആദ്യം തന്നെ ബ്രസീൽ പ്രസിഡൻറ്റ് ഇന്ത്യ സന്ദർശിക്കും എന്നുള്ളതാണ്. ഈ വർഷാവസാനം തന്നെ, അതായത് നമ്മുടെ ഷാങ്ഹായ് ഉച്ചകോടിയോട് അനുബന്ധിച്ച്, അത് ഈ മാസം, വർഷമെന്നല്ല, ഈ മാസം അവസാനം പുടിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ നമ്മുടെ ബ്രസീൽ പ്രസിഡന്റ് വരുന്നത്. ഇതിൻ്റെ രണ്ടിടയിൽ ഒരു കക്ഷി കൂടി വരുന്നുണ്ട്. അത് ഇസ്രയേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അപ്പോൾ ലോക നേതാക്കളെല്ലാം ഇന്ത്യയിലോട്ട് വരികയാണ്. നരേന്ദ്രമോദി ചൈനയിലേക്കും പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധം സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ട്, തന്ത്രപരമായൊരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് ശേഷമാണ് ഇദ്ദേഹം മോദിയെ ഫോണിൽ വിളിക്കുന്നത്. അതിനുശേഷം ഇവർ പരസ്പരം സംസാരിച്ചതിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളുമാണ്, അതായത് ഇന്ത്യയും ബ്രസീലുമാണ് അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പരസ്പരം സംസാരിച്ചതായിട്ട് ബ്രസീലിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മന്ത്രാലയം പറയുന്നുണ്ട്. അതിൻ്റെ കാരണമുണ്ട്. ഇന്ത്യക്കെതിരെ 50% നികുതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രസീലിനെതിരെ 50% നികുതി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് 2 രാജ്യങ്ങളും തമ്മിലുള്ള നമുക്ക് ഇന്ത്യക്കെതിരെ വ്യാപാര കമ്മിയുടെ പേരിലാണല്ലോ ഇത്രയും വലിയ നികുതി ഏർപ്പെടുത്തിയത്.
പക്ഷേ അതിൽ ബ്രസീലിനെതിരെ നികുതി ഏർപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയമാണ്. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് വലിയൊരു സൗഹൃദമുണ്ടായിരുന്നു. രണ്ടുപേരും സമാനമായ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരുമാണ്, വംശീയമായിട്ടുള്ള രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരുമാണ്. ഈ ജയർ ബോൾസനാരോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്നാണ് അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുലായുടെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടത്തിയെന്നാണ് അന്ന് ആരോപിച്ചത്. എന്നിട്ട് ഇദ്ദേഹം ഇപ്പോൾ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ വലിയ കലാപം അഴിച്ചു വിട്ടല്ലോ. സമാനമായ രീതിയിൽ ഈ ലുലായും ബ്രസീലിൽ വലിയ കലാപം തുറന്നു വിട്ടു. എന്നിട്ട് അവിടുത്തെ പട്ടാളത്തിനോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ പോയി ഇപ്പോഴത്തെ പ്രസിഡന്റിനെ നിഷ്കാസനം ചെയ്യണം, അധികാരം അട്ടിമറിക്കണം. പക്ഷേ സൈന്യം കേട്ടില്ല. പക്ഷേ ഇയാൾ ഇത്തരത്തിൽ അധികാരം അട്ടിമറിക്കാൻ, ഭരണ അട്ടിമറിക്ക് ശ്രമിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രസീലിൻ്റെ പഴയ പ്രസിഡന്റിനെ. അപ്പോൾ ട്രംപ് ഇവിടെ നിന്ന് പറയുകയാണ് അയാൾ നിരപരാധിയാണ്, അയാളെ മോചിപ്പിക്കണം, അയാളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നികുതി ചുമത്തും. അങ്ങനെയാണ് 50% നികുതി ബ്രസീലിന് കിട്ടിയത്. ഇതുകൂടാതെ ബ്രസീൽ നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ നേതൃസ്ഥാനം വഹിക്കുന്നു. ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ ട്രംപിൻ്റെ ഈ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയിൽ നിശിതമായ വിമർശനമാണ് വന്നത്. അതുകൂടാതെ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ കറൻസിക്കെതിരെ ബദൽ കറൻസി കൊണ്ടുവരാനായിട്ടും ആലോചനയുണ്ട്. അപ്പോൾ ട്രംപിന് രണ്ട് തരത്തിൽ ഈ ബ്രസീലിനോട് കടുത്ത വൈരാഗ്യമുണ്ട്. ഒന്ന് പുള്ളിയുടെ വ്യക്തിപരമായ കാരണം, രണ്ട് ഈ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ബ്രിക്സ് കൂട്ടായ്മ നീങ്ങുന്നു എന്നുള്ള ആശങ്ക. ഈ രണ്ട് കാര്യവും പറഞ്ഞിട്ടാണ് ബ്രസീലിനെതിരെ ഇത്തരം ഭീമമായ നികുതി ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ബാധിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളെന്ന നിലയിൽ ഇന്ത്യയും ബ്രസീലും യോജിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. നേരത്തെ തന്നെ ബ്രസീലുമായിട്ട് നമുക്ക് ഇത്തരത്തിൽ സഹകരണമുണ്ട്. പുതിയ ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രസക്തി അതാണ് വർദ്ധിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് അമേരിക്കൻ വിപണി ഏതാണ്ട് അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ബ്രസീൽ ഒരു ഓഫർ നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ബ്രസീലും ഇന്ത്യയുമായിട്ടുള്ള ഒരു വർഷത്തെ വ്യാപാരം എന്ന് പറയുന്നത് $12 ബില്യൺ. അത് 2030 $20 ബില്യൺ എത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ രണ്ട് നേതാക്കളും ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു അടഞ്ഞ അധ്യായമാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് കിട്ടിയതെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ, ചൈന, ബ്രസീൽ, അതേപോലെ ഇസ്രയേൽ അടക്കമുള്ള രാഷ്ട്രങ്ങളെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പുതിയ അവസരങ്ങൾ തരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രസീൽ പ്രസിഡൻറ്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ ആ സന്ദർശന ഉദ്ദേശം തീർച്ചയായും ആ ഒരു വാർത്തയ്ക്കപ്പുറം ട്രംപിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമായിട്ട് വേണം വിലയിരുത്താൻ.